നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഞാൻ അവനെ കൊന്നില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുമായിരുന്നു. മുളു ബസാർ കൊലപാതക കേസിൽ പ്രതി പോലീസിനോട്. മതിലകത്ത് നിന്ന് കിട്ടിയ നാടകാനുഭവങ്ങളും മറ്റുമാണ് എന്നിൽ കലാ താൽപര്യം ജനിപ്പിച്ചതെന്ന് നടൻ സൗബിൻ ഷാഹിർ. അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ പെസഹ വ്യാഴം ആചരിച്ചു. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യത. ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിലെ വ്യാപാരികൾ അല്ലാത്ത ആളുകൾക്ക് ജീവകാരുണ്യ സഹായനിധി വിതരണം നടത്തി. കേരളം പ്രത്യക്ഷത്തിനുമപ്പുറം ശില്പശാല പീച്ചിയിൽ ഡോക്ടർ കെ.എം. അനിൽ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. ഞാൻ അവനെ കൊന്നില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുമായിരുന്നു. മുളു ബസാർ കൊലപാതക കേസിൽ പ്രതി പോലീസിനോട്. വാടാനപ്പള്ളി മുളു ബസാറിൽ സഹപ്രവർത്തകനെ കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ പ്രതി സാജൻ ചാക്കോയുമായി പോലീസ് തെളിവെടുത്തു. ഞാൻ അവനെ കൊന്നില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുമായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. അനിൽകുമാറിനെയാണ് സാജൻ കൊലപ്പെടുത്തിയത്. ഡ്രൈവറായ അനിൽകുമാർ ജോലിക്കിടയിലും മദ്യപിക്കുമായിരുന്നത്രേ. ഈ വിവരം സ്ഥാപന ഉടമയോട് പറയുമെന്ന് ഒന്നിച്ചുള്ള മദ്യപാനത്തിനിടെ സാജൻ പറഞ്ഞതാണ് ഇവർ തമ്മിൽ വാക്കുതർക്കത്തിന് കാരണമായത്. താൻ ജോലിക്കിടെ മദ്യപിക്കുന്ന കാര്യം ഉടമയോട് പറഞ്ഞാൽ കൊല്ലുമെന്ന് അനിൽകുമാർ ഭീഷണിപ്പെടുത്തിയത്രേ. തുടർന്നുള്ള കയ്യാങ്കളിയിലാണ് സാജൻ അനിൽകുമാറിനെ തള്ളി താഴെയിട്ടത്. വീണിട്ടും സാജനെ കൊല്ലുമെന്ന് അനിൽകുമാർ പറഞ്ഞിരുന്നുവത്രേ. കൊന്നില്ലെങ്കിൽ അനിൽകുമാർ തന്നെ ശരിപ്പെടുത്തുമെന്ന തോന്നലാണ് കല്ലുകൊണ്ടടിച്ച് മരണം ഉറപ്പാക്കിയതെന്ന് സാജൻ പോലീസിനോട് പറഞ്ഞു. മതിലകത്ത് നിന്ന് കിട്ടിയ നാടകാനുഭവങ്ങളും മറ്റുമാണ് എന്നിൽ കലാ താൽപര്യം ജനിപ്പിച്ചതെന്ന് നടൻ സൗബിൻ ഷാഹിർ. ജന്മനാടായ മതിലകത്ത് സുഭാഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്നേഹാദര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സൗബിൻ. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് വഴി തെളിച്ചത് സുഭാഷ് ക്ലബും ഇവിടത്തെ നാട്ടുകാരുമാണ്. ഇവിടെ അവാർഡുകൾ പലതും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ലഭിച്ച പോലെ മനസ്സ് നിറഞ്ഞൊരു അനുഭവം വേറെ ഉണ്ടായിട്ടില്ലെന്ന സൗബിന്റെ വാക്കുകൾ കരഘോഷത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. സുഭാഷ് ക്ലബിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നവീകരിച്ച ക്ലബ്ബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സൗബിൻ നിർവഹിച്ചു. വേദിയിൽ വി.വൈ. നസീർ സൗബിന് ആദരവ് നൽകി. സംസ്ഥാന നാടക അവാർഡ് ജേതാവ് രാജേഷ് ഇരുളത്തെയും മതിലകത്തിന്റെ എഴുത്തുകാരൻ സുനിൽ പി. മതിലകത്തെയും സൗബിൻ ആദരിച്ചു. വുഷുവിൽ ഉയർന്ന നേട്ടങ്ങൾ കൈവരിച്ച ബാസിദ് അമീൻ, യൂസഫിനാൻ, പഞ്ചഗുസ്തിയിൽ മികവ് പുലർത്തിയ അഹാന നസ്രിൻ എന്നിവർക്കുള്ള ഉപഹാരങ്ങളും സൗബിൻ സമ്മാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ക്ലബ്ബ് പ്രസിഡന്റ് കെ.കെ. റനീസ്, സെക്രട്ടറി എം.എച്ച്. മുഹമ്മദ് അബ്ദുൽ ഖാദർ, ക്ലബിന്റെ സ്ഥാപകരായ വി.വൈ. ബഷീർ, മുഹാജിർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകവും അരങ്ങേറി. ചടങ്ങിന് മുന്നോടിയായി മതിലകം പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ഘോഷയാത്രയും ഉണ്ടായിരുന്നു. കൂടുതൽ ഓർമ്മകളും എനിക്ക് നല്ല നല്ല സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും ലഭിച്ചിരിക്കുന്നത് മതിലകത്ത് തന്നെ. മതിലകത്ത് ഈ ബസ് ഇറങ്ങിയിട്ട് ഉമ്മയുടെ കൈവഴിച്ച് നടന്നു വരും അവിടം വരെ പോകണം. അപ്പോൾ എല്ലാവരും ചോദിക്കും കുറേ ഉണ്ട് വീട്. അപ്പോൾ എല്ലാവരും മാമന്മാരാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ പറയും ഈ മാമനുണ്ട്. അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ പെസഹ വ്യാഴം ആചരിച്ചു. യേശുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈ ദിനം ആചരിക്കുന്നത്. യേശു തന്റെ ശിഷ്യരുടെ കാൽ കഴുകി ശുശ്രൂഷ നടത്തിയതും ഈ ദിവസമാണ്. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ വിശ്വാസികളുടെ കാൽ കഴുകി ശുശ്രൂഷ നടത്തി. വിശ്വാസികളുടെ
കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യത. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 19, 20 തീയതികളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 20 വരെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിലെ വ്യാപാരികളല്ലാത്ത ആളുകൾക്ക് ജീവകാരുണ്യ സഹായ നിധി വിതരണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗവൺമെന്റ് പ്ലീഡർ KB സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി സ്വാഗതവും ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ നന്ദിയും പറഞ്ഞ യോഗത്തിൽ ചന്ദ്രൻ കൊളത്താപ്പിള്ളി, ഡേവിസ് MD, ഗോവിന്ദൻകുട്ടി NA, ഡേവിസ് വെളിയത്ത്, ജോബി മേലേടത്ത്, റെയ്സൻ ആലൂക്ക, ജോയ് പാനിക്കുളം, ആന്റോ മേനാച്ചേരി, ആന്റോ എടിഞ്ഞേരി, യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസ്, വനിതാ വിംഗ് സെക്രട്ടറി നീബ രാജേഷ്, അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കേരളം പ്രത്യക്ഷത്തിനുമപ്പുറം ശില്പശാല പീച്ചിയിൽ ഡോക്ടർ KM അനിൽ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ദ്വിദിന ശില്പശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ അശോകൻ ചരുവിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ C രാവുണ്ണി, അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, ഡോക്ടർ MN വിനയകുമാർ, KS സുനിൽകുമാർ, V മുരളി, ഡോക്ടർ R ശ്രീലത വർമ്മ, ഡോക്ടർ PV പ്രഭാകരൻ, ധനഞ്ജയൻ മച്ചിങ്ങൽ, ഡോക്ടർ KG വിശ്വനാഥൻ, ഡോക്ടർ D ഷീല, അനൂപ് കരിപ്പാൽ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ബദലുകളുടെ വ്യാകരണം എന്ന വിഷയം TA ഇക്ബാൽ അവതരിപ്പിച്ചു. ഡോക്ടർ KG വിശ്വനാഥൻ, സുജാത ജനനേത്രി എന്നിവർ പങ്കെടുത്തു. നവോത്ഥാനാനന്തര കാലത്തെ ജാതിമത ബോധങ്ങൾ എന്ന വിഷയം ഡോക്ടർ ജോൺ ജോഫി CF അവതരിപ്പിച്ചു. നാരായണൻ കോലടി, ജലീൽ T കുന്നത്ത് എന്നിവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് നയരേഖ അവതരിപ്പിച്ചു. ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയുമുണ്ടായി. ശില്പശാലയിൽ ഇന്ന് ഡോക്ടർ MA സിദ്ദിഖ്, ഡോക്ടർ D ഷീല, K രമ, KP സെലീന, ഡോക്ടർ MN വിനയകുമാർ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഡോക്ടർ C രാവുണ്ണി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ KV അബ്ദുൽ ഖാദർ സമാപന പ്രഭാഷണം നടത്തും. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 105 രൂപ കൂടി ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഞാൻ അവനെ കൊന്നില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുമായിരുന്നു. മോളോ ബസാർ കൊലപാതക കേസിൽ പ്രതി പോലീസിനോട്. മതിലകത്ത് നിന്ന് കിട്ടിയ നാടകാനുഭവങ്ങളും മറ്റുമാണ് എന്നിൽ കലാ താൽപര്യം ജനിപ്പിച്ചതെന്ന് നടൻ സൗബിൻ ഷാഹിർ. അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ പെസഹ വ്യാഴം ആചരിച്ചു. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യത. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചാലക്കുടിയിലെ വ്യാപാരികൾ അല്ലാത്ത ആളുകൾക്ക് ജീവകാരുണ്യ സഹായ നിധി വിതരണം നടത്തി. കേരളം പ്രത്യക്ഷത്തിനുമപ്പുറം ശില്പശാല പീച്ചിയിൽ ഡോക്ടർ KM അനിൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.